LDF സർക്കാരിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ഭരണത്തെക്കുറിച്ചും ഇപ്പോൾ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യത്തെക്കുറിച്ചും ജസ്റ്റ് ഒന്ന് സംസാരിക്കാനാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. LDF സർക്കാർ ആദ്യമായിട്ട് ഭരണത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞ അവരൊരു മുദ്രാവാക്യം എന്തായിരുന്നു? LDF വരും എല്ലാം ശരിയാവുമെന്ന്. എല്ലാം ശരിയായോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കട്ടെ. അങ്ങനെ 100% എല്ലാം ശരിയായി എന്നുള്ള ഇതിനോട് ഞാനും യോജിക്കുന്നില്ല. പല അപാകതകളും LDF സർക്കാരിനുണ്ട്. അപ്പം അങ്ങനെ വന്നതിന് ശേഷം അവരെ പല മികച്ച ഭരണ പരിഷ്കരണങ്ങളൊക്കെ നടത്തി വരുന്ന സമയത്താണ് ലോകം മുഴുവൻ കൊറോണ പടർന്നു വന്നിരിക്കുന്നത്. കൊറോണയിൽ പകച്ചു നിൽക്കുന്നവർക്ക് മൂല സാഹചര്യം പോലെ ദിവസവും പത്രസമ്മേളനം നടത്തിയിട്ട് നമ്മളൊരു വീട്ടിലെ അംഗത്തിനെ പോലെ നമ്മൾ കണ്ടിരുന്ന ഒരാളായിരുന്നു കൊറോണ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി ദിവസവും വൈകുന്നേരം 6 മണിക്ക് പത്രസമ്മേളനം നടത്തി അന്നത്തെ കണക്കുകൾ വ്യക്തമാക്കിയിട്ടായിട്ട് എനിക്കറിയില്ല. അത്രയും നല്ല രീതിയിൽ അദ്ദേഹം അത് ചെയ്തു. പിന്നെ കിറ്റ്, പലരും കളിയാക്കിയ കിറ്റ്, അതായത് ഇന്ത്യയിൽ എത്രയോ സംസ്ഥാനങ്ങളുണ്ട്, ഒരു സംസ്ഥാനത്തിലും ഒരു ഭക്ഷണ കിറ്റ് ആ സമയത്ത് എല്ലാ ജനങ്ങൾക്കും വിതരണം ചെയ്തിട്ടില്ല. അത് ചെയ്തത് കേരളത്തിൽ മാത്രമാണ്. അപ്പോൾ ആ ഒരു കിറ്റിനെയും കളിയാക്കിയതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ അതിൻ്റെ ശേഷം വീണ്ടും LDF വന്നല്ലോ, LDF തുടരും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും LDF വന്നു. അതിനുള്ളൊരു പ്രധാന കാരണം ഞാൻ കാണുന്നത് ഈ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ BJPൻ്റെയും ഒരു തെറ്റായ ധാരണയാണ്. അതായത് അവന്മാർ വിചാരിക്കുന്നത് LDFൻ്റെ പല സംഗതിയും കളിയാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിഹസിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്താവും, ജനങ്ങൾക്കത് മനസ്സിലാവും, ബോധ്യപ്പെടുന്നുള്ളതാണ്. പക്ഷേ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാണ്. ശരിക്കും അവർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ ജനങ്ങൾ, അതായത് ഒരു ജോലിക്ക് പോകാൻ കഴിയാതെ അത്രയും കുടുങ്ങി നിൽക്കുന്നൊരു സമയമായിരുന്നു കൊറോണൻ്റെ സമയം, ലോക്ക്ഡൗണും കാര്യമായിട്ട്. ആ സമയത്ത് ഒരു ഭക്ഷണ കിറ്റുമായിട്ട് വന്നൊരു സർക്കാരിനെ എന്തൊക്കെ പറഞ്ഞാലും ആ ജനങ്ങളെ മനസ്സിലൊരു സ്ഥാനമുണ്ട്, അവരത് അംഗീകരിച്ചിരിക്കുകയാണ്. ഒരിക്കലും അവർക്ക് കിട്ടിയ ഭക്ഷണത്തിനെ പരിഹസിക്കാൻ അവർ തയ്യാറല്ല. എന്തായാലും ഒരു സംഭവം കൊടുത്തിട്ടല്ലേ അവരത് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. 3 കോടി ഭക്ഷണ കിറ്റാണ് അന്ന് വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാസ്യ രൂപേണ കളിയാക്കിയതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് മേ ബി അന്ന് ഭരണം പോയിട്ടുള്ളത്. ശക്തമായിട്ട് 99 സീറ്റ് എടുത്തിട്ട് LDF വീണ്ടും ഭരണത്തിൽ വന്നു. അപ്പോൾ ഈ LDF സർക്കാർ മൂന്നാമതും ഭരണത്തിൽ വരുമെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് വരില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം NH66 നാഷണൽ ഹൈവേ 66, അതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാം. കാരണം മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ട് വരെയുള്ളതാണ്. തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ടിൽ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ മുംബൈയിലേക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് NH66. ഈ NH66 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലത്ത് പാസ്സായൊരു സംഭവമാണ്. അന്ന് നിതിൻ ഗഡ്കരി ഉണ്ടായിരുന്നു, അന്ന് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പാസ്സായ റോഡ് പിന്നെ അത് കേരളത്തിൽ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയൂല, കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അത് അനുയോജ്യമല്ല, ഇവിടെ ഇത്രയും സ്ഥലം ഏറ്റെടുക്കാൻ എന്തായാലും കഴിയൂല, ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ട് നിർത്തലാക്കി പോയതാണ് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ. ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞാണ് നിർത്തലാക്കിയിട്ടില്ല, കാരണം തുടങ്ങിയാലേ നിൽക്കാൻ പറ്റുള്ളൂ, തുടങ്ങിയിട്ടല്ല. അങ്ങനെ നിർത്തിയൊരു പദ്ധതി LDF സർക്കാരിൻ്റെ ആർജവത്തോടു കൂടി ഉള്ള ഇടപെടൽ, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ ഒരു നാഷണൽ ഹൈവേക്കുള്ള സ്ഥലം ഏറ്റെടുക്കുകയാണ്. അതിനുള്ള 25%, അതായത് ടോട്ടൽ കോസ്റ്റിൻ്റെ 25% കോസ്റ്റ് ഒരു കേരള സർക്കാർ വഹിക്കുകയാണ്. കേരള സർക്കാർ തന്നെ ഒരു സംസ്ഥാന സർക്കാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് വഹിക്കുകയാണ്. അങ്ങനെയാണ് NH66 കേരളത്തിൽ യാഥാർത്ഥ്യമാവുന്നത്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എന്തായാലും അവർക്ക് എടുക്കാമല്ലോ. NH66 കഥ അതാണ്. മുടങ്ങാത്ത പെൻഷൻ, വർദ്ധിച്ചു കൊണ്ടുപോയിട്ട് മുടങ്ങാതെ കൊടുക്കുന്ന പെൻഷൻ ഉപഭോക്താക്കളെ എണ്ണം കൂടുതലാട്ടോ. 34 ലക്ഷം ഉള്ളത് ഇപ്പോൾ 64 ലക്ഷം. വീട് 4 ലക്ഷത്തോളം വീട്, പാവപ്പെട്ടവർക്ക് 4 ലക്ഷത്തോളം വീട് കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ മുണ്ടക്കയിലെ ചുരൽമലയിലെ ടൗൺഷിപ്പ് എല്ലാവരും കണ്ടല്ലോ. അങ്ങനെ സർവ്വ മേഖല, ഇപ്പോൾ നമ്മുടെ പാലങ്ങൾ, റോഡുകളൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. മുടങ്ങാത്ത വൈദ്യുതി, അങ്ങനെ സർവ്വ മേഖലകളിലും ഭരണ നേട്ടം നടത്തിയ സർക്കാർ എങ്ങനെ അവർ ഭരണത്തിൽ വരാതിരിക്കണം? അതൊന്ന് പറയും. ഏത് വകുപ്പിൽ വരാതിരിക്കണം? കാരണം എന്തെങ്കിലും വകുപ്പ് വേണം നമുക്ക് പറയാൻ. ഇന്ന കാരണങ്ങളാൽ ഈ സർക്കാർ യോഗ്യരല്ല എന്നുള്ളത്. എല്ലാ കാരണത്തിലും അവർ യോഗ്യരല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കാരണം എന്നുള്ളത് ജസ്റ്റ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തി എനിക്കൊന്ന് അറിയാനാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ രാഷ്ട്രീയമായിട്ട് സംസാരിക്കല്ല, നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനെ കുറിച്ച് സംസാരിക്കണം. അപ്പോൾ എന്തുകൊണ്ട് LDF മാറാതിരിക്കണം എന്നുള്ള എൻ്റെ ചോദ്യത്തിന് എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേരി, ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളും കോമഡിയാണ്.
കാരണം അവന്മാർ ഉന്നയിക്കുന്നത് ഒന്നെങ്കിൽ മതപരമായിട്ടുള്ള വല്ല കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശബരിമലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വെള്ളാപ്പള്ളി കാർ കയറി വെള്ളാപ്പള്ളിൻ്റെ ആളാണ്, അങ്ങനെയുള്ള ഇത് മതവും മതസംഘടനകളും മത നേതാക്കന്മാരും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് BJP പോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസും ലീഗൊക്കെ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് ഇവർക്ക് ഉന്നയിക്കാനൊന്നുമില്ല. രാഷ്ട്രീയപരമായിട്ട് ഈ നാടിന് ആവശ്യമുള്ള സംഭവങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തില്ല, ഇന്ന കാര്യങ്ങൾ സർക്കാർ വൃത്തിക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ സമയത്തിന് ചെയ്തില്ല, ഇന്ന റോഡ് ഇവിടെ റെഡിയാക്കിയില്ല, അല്ലെങ്കിൽ ഇവിടെ ഇന്ന പാലം റെഡിയാക്കിയില്ല, ഇങ്ങനെയുള്ളൊരു ആരോപണം, ഇങ്ങനെയുള്ളൊരു വസ്തുതാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ഉന്നയിക്കൽ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയപരമായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ LDF ചായവായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ LDF താല്പര്യം ജനങ്ങൾക്ക് അതാണ്. പിന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ, അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വന്നിട്ട് കേരളത്തിലെ പിണറായി സർക്കാരിനെ വലിച്ച് താഴെക്കിടുന്നാണ് ഇന്ന് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കേരള മുഖ്യമന്ത്രി എടുത്തൊരു നിലപാടുണ്ട്, അതിനകത്ത് അടി പോരാന്ന് പറഞ്ഞു. അതായത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിനോടാ പറയണേ കേരളത്തിലെ മുഖ്യമന്ത്രി, അതിനകത്ത് അടി പോരാന്ന്. കാരണം അതായത് ഇന്ത്യയിൽ ആകെ നടന്നുകൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണം ഉണ്ടല്ലോ, നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അത് കേരളത്തിലേക്ക് വരണ്ടാന്നുണ്ടെങ്കിൽ അതിനെ BJP-നെയും RSS-നെയും ശക്തമായിട്ട് എതിർക്കാൻ, അവരെ വർഗീയ നീക്കങ്ങളെ, അല്ലെങ്കിൽ BJP-ൻ്റെയും RSS-ൻ്റെയും വർഗീയതനെ ശക്തമായിട്ട് എതിർക്കാൻ ഇവിടെ LDF നിർബന്ധമാണ് കേരളത്തിൽ, അതിലൊരു സംശയമില്ല. അവർക്ക് ഈ LDF-ന് മാത്രമേ BJP-നെ ശക്തമായിട്ട് എതിർക്കാനും അവരെ പരോക്ഷമായിട്ട് വിമർശിക്കാനും അവരെതിരെ നിലപാടെടുക്കാനും കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാ വിഷയങ്ങളും നമുക്ക് എല്ലാം പരിശോധിക്കാം, ഏത് വിഷയങ്ങളാണെങ്കിലും. അപ്പം അതുകൊണ്ട് തന്നെ കേരള മതേതര സമൂഹത്തിന് നമുക്ക് മതേതരത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മുകളിലല്ല മറ്റൊന്നും. പിന്നെ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ LDF സർക്കാരല്ല, അതായത് മറ്റാരും വരാൻ യോഗ്യരുമല്ല, വരൂല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ജസ്റ്റ് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തി, ജസ്റ്റ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്താണെന്നുള്ളത്. അപ്പോൾ അത്ര ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോ കൊണ്ടുവരുവരെ, ബൈ.